ഇത് ഇന്നോവ ഹൈക്രോസ്. ഇത് ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഒരൊറ്റ ഫോൺ കോളാണ് ഈ വീഡിയോയ്ക്ക് കാരണം. ആ ഫോൺ കോളിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അച്ഛന് കേരളം മുഴുവൻ യാത്ര ചെയ്യാനായിട്ട് ഒരു വണ്ടി വേണം. ഇന്നോവ ക്രിസ്റ്റ വാങ്ങണമെന്ന് വിചാരിച്ചു. ക്രിസ്റ്റ നിർത്തി. പക്ഷേ പുതിയ ക്രിസ്റ്റ വരുന്നുണ്ടല്ലോ, അത് പക്ഷേ ഓട്ടോമാറ്റിക് ഇല്ലെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഹൈക്രോസ് വാങ്ങിയാൽ എന്താവും സ്ഥിതി? ഹൈക്രോസ് വാങ്ങിയാൽ മതിയോ അതോ ക്രിസ്റ്റ വാങ്ങണം? ആ ഒരു ഉത്തരത്തിൽ എനിക്കൊരു ത്രെഡ് കിട്ടി. ഇന്നോവ ക്രിസ്റ്റയ്ക്കും ഹൈക്രോസും തമ്മിലുള്ള സാമ്യതകളില്ലായ്മയ്ക്കും ഒരു പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയാണ് ഈ വീഡിയോ. സ്വാഗതം വണ്ടിപ്രാന്തനിലേക്ക്. വരൂ, നമുക്കത് പരിശോധിക്കാം. ഇന്നോവ ഹൈക്രോസിന് ക്രിസ്റ്റയുമായിട്ട് ബന്ധത്തിനേക്കാൾ കൂടുതൽ ബന്ധമില്ലായ്മയാണ്. മക്ഫേഴ്സൺ സ്ട്രട്ടാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ, സെമി ഇൻഡിപെൻഡൻറ്റ് ടോർഷൻ വീമാണ് ബാക്കിൽ. കൂടാതെ ഒരു SUV കൈൻഡ് ഓഫ് വെഹിക്കിളാണ് ഹൈക്രോസ് എന്നുള്ളതാണ്. ഇനി ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ്, അതുമാത്രമല്ല വലിയ വീലുകൾ, 4 വീലുകളും ഡിസ്ക് ബ്രേക്ക് എല്ലാം ഈ ഒരു ഹൈക്രോസിൻ്റെ പ്രത്യേകതയാണ്. ലോ പ്രൊഫൈൽ ടയറുമാണ്. അതിനെല്ലാം ഉപരി ഇതൊരു മോണോകോക്ക് നിർമ്മിതിയുള്ള വാഹനമാണ്. എന്ന് വെച്ചാൽ കാറുകളെ പോലെ എന്ന് തന്നെ പറയാം. ഹൈക്രോസ് കാറുകളെ പോലെയാണെന്നോ? അപ്പോൾ ക്രിസ്റ്റയോ? ക്രിസ്റ്റ ഒരു ബോഡി ഓൺ ഫ്രെയിം വെഹിക്കിളാണ്. ഒരു ട്രക്ക് ലൈക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു വെഹിക്കിളാണ്. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരു ഡബിൾ വിഷ് ബോൺ ആയിട്ടുള്ള ആ ഒരു സസ്പെൻഷനും, ബാക്കിലെ 4 ലിങ്ക് വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനും, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗും, പിന്നിലെ ഡ്രം ബ്രേക്കും എല്ലാം ഈ ഒരു വണ്ടിയുടെ ആ ഒരു അബ്യൂസ് ഫ്രണ്ട്ലിനെസ്സിനെയാണ് എടുത്ത് കാണിക്കുന്നത്. അതായത് എത്ര കാലം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഓടിച്ചോളൂ, എനിക്കൊന്നും പറ്റില്ല എന്നുള്ള രൂപഭാവ ആദികളുള്ള ഒരു വാഹനമാണ് ക്രിസ്റ്റ. അതായത് കാണാനുള്ള മൊഞ്ചൊന്നുമല്ല പ്രധാനം, യൂസബിലിറ്റി ആണ് എന്നാണ് ക്രിസ്റ്റയുടെ ഒരു മുദ്രാവാക്യം. പക്ഷേ കാണാനുള്ള ഭംഗിയും വേണം, യൂസബിലിറ്റിയും വേണം എന്ന നിലയ്ക്കാണെന്ന് തോന്നുന്നു ഹൈക്രോസിൻ്റെ ആ ഒരു ജനനം. ക്രിസ്റ്റയ്ക്ക് റിലയബിൾ ആയിട്ടുള്ള, റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈടെക്കാണ് ഹൈക്രോസ്. എന്ന് വെച്ചാൽ 2 ലിറ്റർ പെട്രോളും 2 ലിറ്റർ പെട്രോൾ ഹൈബ്രിഡുമുള്ള ഒരു മോഡൽ. ഇലക്ട്രിക് ആയിട്ടില്ല, എന്നാൽ പെട്രോൾ മാത്രവുമല്ല എന്നുള്ള നിലയ്ക്കാണ് കാര്യം. ഇന്ധനക്ഷമതയും ഡ്രൈവിംഗ് സ്മൂത്ത്നെസ്സും ഒക്കെ ഹൈബ്രിഡിൻ്റെ കാര്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്നത് വെൽഫെയർ അടക്കം കണ്ടിട്ടുള്ള ആ ഒരു ടെക്നോളജിയുടെ രൂപം തന്നെയാണ് എന്നുള്ളതും ഹൈടെക് വണ്ടിയായിട്ട് ഹൈക്രോസിനെ മാറ്റുന്നുണ്ട്. ഇന്നോവ എന്നാൽ യാത്രാസുഖം എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇന്നോവ ആണെങ്കിലും ക്രിസ്റ്റയിലേക്ക് വന്നപ്പോഴും യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. 3 റോ യൂസ് ചെയ്യാം, ബക്കറ്റ് സീറ്റുകളുണ്ട്, ആ ഒരു ട്രേ പോലുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റയ്ക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ബോസ് മോഡ്, ആ ഒരു ബോസ് മോഡ് ഹൈക്രോസിനില്ല. ഈ ഒരു ബോസ് മോഡ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പിന്നിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സീറ്റ് നീക്കി വയ്ക്കാം, ആ ഒരു ട്രേയിൽ സംഗതികളൊക്കെ വെക്കാനുള്ള ഒരവസ്ഥയുണ്ട്. മിഡിൽ റോയിലെ ക്യാപ്റ്റൻ സീറ്റ് അടക്കം എനിക്ക് തോന്നുന്നു എല്ലാ സീറ്റിലും ആൾക്ക് ഇരിക്കാവുന്ന തരം ഒരു സീറ്റിംഗ് ആണ് ഇന്നോവ ക്രിസ്റ്റയുടെ പ്രത്യേകത. അതായത് പിന്നിലേക്ക് കയറാനും ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒത്തിരി തൈ സപ്പോർട്ടിൻ്റെ കുറവ് മാറ്റി എടുത്തു കഴിഞ്ഞാൽ പിൻ സീറ്റും അത്യാവശ്യം യാത്രാസുഖമുള്ള സീറ്റ് തന്നെയാണ്. ഹെഡ് റെസ്റ്റുകളുണ്ട്, ഇപ്പോൾ ലഗേജ് സ്പേസും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ, അതായത് യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലും സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിലും മികച്ച ഒരു വണ്ടി തന്നെയാണ് ക്രിസ്റ്റ. അതിൽ സംശയമൊന്നുമില്ല. പുതിയ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഇല്ല എന്ന് കേൾക്കുന്നുണ്ട് പുതുതായി വരുന്ന ക്രിസ്റ്റയ്ക്ക്. അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ എല്ലാം തന്നെ ഏകദേശം സെയിം ആയിരിക്കാനാണ് വഴി. ഹൈക്രോസിൻ്റെ സീറ്റ് ശരിക്കും അപ്പ് മാർക്കറ്റാണ്, അതായത് പ്രീമിയം എന്ന് തന്നെ പറയാം. ആ ഒരു പാറ്റേൺ ആണെങ്കിലും അതല്ലെങ്കിൽ ആ ഓട്ടോമൻ ഫീച്ചർ ആണെങ്കിലും ചാരിക്കിടന്ന് സുഖിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഹൈക്രോസ്. ആ ഒരു ഹൈബ്രിഡ് ബാറ്ററി കാലിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുത്തുമെങ്കിലും നല്ല സീറ്റുകളാണ്. റിയർ AC താഴെ USB-C പോർട്ടുകൾ പോലുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് ഹൈടെക് ആണ് എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. സീറ്റിന് നടുവിലായി ഹൈക്രോസിൽ കൊണ്ടൊരു ട്രേ, കപ്പ് ഹോളോട് കൂടിയ ട്രേ ആണത്. പക്ഷേ ബോസ് മോഡ് ഹൈക്രോസിൽ കണ്ടില്ല. അപ്പോൾ ഈ ഒരു ട്രേയുടെ ക്വാളിറ്റി, പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇത്തിരി കുറവായിട്ട് തോന്നി എന്നുള്ളൊരു പ്രശ്നമായിട്ട് കാണാം. ഒന്നുകിൽ നടുവിലൂടെയോ അല്ലെങ്കിൽ സീറ്റ് റെയിലൂടെ മുന്നോട്ടാക്കിയോ നമുക്ക് അകത്ത് കയറാം 3rd റോയിലേക്ക്. അപ്പോൾ ലെഗ് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൈ സപ്പോർട്ടിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ഹൈക്രോസിനും കാണാം. പ്രശ്നമൊന്നല്ല പറയാം, ഒരു ഇത്തിരി കുറവുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ചാര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമായിട്ട് കാണാം. ആ ഒരു സീറ്റ് ഒരു ഇത്തിരി തിന്നർ സൈഡാണെന്ന് തോന്നി ആ ഒരു മിഡിൽ സീറ്റിലെ ആ ഒരു പാഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വശങ്ങളിലെ കപ്പ് ഹോൾഡറുകളും കാര്യങ്ങളൊക്കെ തന്നെ ക്രിസ്റ്റയിലേതുപോലെ ഹൈക്രോസിലുമുണ്ട്. അപ്പോൾ ഹൈക്രോസിൻ്റെ സീറ്റുകൾ തീർത്തും പ്രീമിയമാണ്, ഹെഡ് റെസ്റ്റുകളും അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റുകളും എല്ലാം. 300 ലിറ്ററാണ് ക്രിസ്റ്റയുടെ ആ ഒരു ബൂട്ട് സ്പേസ്. ഹൈക്രോസിൻ്റെ ബൂട്ട് സ്പേസും സെയിം തന്നെയാണ്. ഇലക്ട്രിക് പവേർഡ് സീറ്റാണ് ഹൈക്രോസിന്. അതായത് മുന്നോട്ടും അല്ലെങ്കിൽ മുകളിലേക്കുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ആ ഒരു വിന്നിൻ്റെ ഫ്രെയിമാണ് കാണുന്നത്. ഹൈബ്രിഡ് ബാറ്ററിയുടെ കവർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്വിച്ചുകൾ കണ്ടില്ലേ? ക്രിസ്റ്റയിലും സംഗതി വ്യത്യാസമൊന്നും വരുന്നില്ല. ക്രിസ്റ്റയിലും ഇലക്ട്രിക് സീറ്റുകൾ തന്നെയാണ് മുന്നിൽ. ഞാൻ ഈ ആയിരുന്നു എന്ന് പറയുന്നത് പുതിയ ക്രിസ്റ്റയുടെ എങ്ങനെ ഇരിക്കുന്നു അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റയുടെ ഡാഷ്ബോർഡ് എലഗൻ്റ് ആയിരുന്നു. ഇപ്പോൾ സ്ക്രീനിലൊക്കെ പരിമിതികളുണ്ട് പുതിയൊരു ഹൈക്രോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നിരുന്നാൽ കൂടി എലഗൻ്റ് ആയിട്ടുള്ള വുഡൻ ഇൻസേർട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഈ ഒരു ക്രിസ്റ്റയുടെ പ്രത്യേകതയായിരുന്നു.
കൂടാതെ അനലോഗാണ് ആ ഒരു മീറ്റർ കൺസോൾ. ഇപ്പോൾ ടാക്കോമീറ്റർ ആണെങ്കിലും സ്പീഡോമീറ്റർ ആണെങ്കിലും എല്ലാം അനലോഗ് ആയിരുന്നു. വിത്ത് മിനിമൽ മിഡ്, അതായത് MIDയോട് കൂടിയ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഇതാണ് ഹൈക്രോസിൻ്റെ മീറ്റർ കൺസോൾ. ഇപ്പോൾ ADS ഫംഗ്ഷൻസും കാര്യങ്ങളും കാണാൻ. കൂടാതെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഹൈടെക് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഹൈക്രോസിനുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ്, ഇപ്പോൾ JBL ബ്രാൻഡോട് ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല, അതായത് അത്ര റെസ്പോൺസീവോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ 360 ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഗുണമായിട്ട് തന്നെ കാണാം. ഇപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തീർത്തും കാലികമായ ഡാഷ്ബോർഡാണ്. ആ 2 സ്റ്റോറേജ് സ്പേസും അതിനകത്ത് കാണുന്ന ആ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും, അത് മാത്രമല്ല താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കൺസോളും ഗിയർ കൺസോളും എല്ലാം തന്നെ മനോഹരമാണ് എന്നുള്ളതാണ്. മനോഹരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പുതുമയുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് തന്നെ പറയാം. ഡാഷ്ബോർഡിൽ മരമില്ല, പകരം ലെതർ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് അലുമിനിയം ഫിനിഷ്. ഹൈക്രോസിൻ്റെ സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകത ലെതർ റാപ്പിങ്ങിൽ ഒതുങ്ങുന്നില്ല. ADSൻ്റെ ഫംഗ്ഷൻസും പുതിയ സ്റ്റിയറിംഗ് കാണുന്നതും കുറച്ചധികം എലമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതും ഈ സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. ക്രിസ്റ്റയ്ക്കാണെങ്കിൽ സ്റ്റിയറിംഗിലും ഉണ്ട് വുഡൻ ഇൻസേർട്ട് ലെതർ റാപ്പിങ്ങും. ഇനി ഹൈക്രോസിലെ താരതമ്യമില്ലാത്ത കുറച്ച് സവിശേഷതകൾ. പനോരമിക് സൺറൂഫും ആ ഒരു കറുത്ത LED ലൈറ്റുകളുടെ സ്വിച്ചുകളും കാര്യങ്ങളുമൊക്കെ ഹൈക്രോസിൻ്റെ കാര്യമായിട്ട് പറയാം. നല്ല വലിപ്പമുള്ള സൺറൂഫാണ്, അത് പറയേണ്ടതുണ്ട്. അത്യാവശ്യത്തിന് നന്നായി തന്നെ സ്പീഡിൽ തുറക്കുന്നുമുണ്ട് എന്നുള്ളതും പറയാം. നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനൊക്കെ. ആ ഒരു എന്താ പറയുക, ടച്ചിൽ മാത്രം കുറച്ചൊരു ഫീൽഡ് കുറച്ച് ക്വാളിറ്റി കുറവ് തോന്നും, പക്ഷേ കാണാൻ നല്ല ബ്ലാക്ക് തീമൊക്കെ നല്ലതാണ്. കൂടാതെ ആ ഒരു മിററിന് ഡിമ്മിങ് എന്ന് പറയുന്നത് ഓട്ടോ അല്ല, അത് മാനുവലായിട്ട് ഡിം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പിന്നിലെ വിൻഡോയ്ക്കുള്ള ആ ഒരു സൺഷെയ്ഡ് തീർത്തും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. ഇനി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു ഓട്ടോമാൻ സീറ്റിൻ്റെ ആ ഒരു ഫീച്ചറുകൾ കണ്ടോ. ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടും ഒക്കെ പൊന്തി പോകുന്നത് വലിയ സീറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ സീറ്റാണ്. നല്ല രസമുള്ള ലെതർ സീറ്റാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല മുന്നിലെ സീറ്റുകൾക്ക് വെന്റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വെന്റിലേഷൻ ഫംഗ്ഷൻ കൂടിയുണ്ട് ഈ സീറ്റുകൾക്ക്. ആംറസ്റ്റുമുണ്ട്. ടെയിൽ ഗേറ്റ് പവേർഡാണ്, അതായത് ഒരു ബട്ടൺ പ്രസ്സിൽ നമുക്കത് ക്ലോസ് ചെയ്യാമെന്നുള്ളതും ഹൈക്രോസിൻ്റെ കാര്യമായിട്ട് പറയാം. ഇന്നോവ ക്രിസ്റ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീസലാണ് എന്നുള്ളതാണ്. അപ്പോൾ വില എന്ന് പറയുന്നത് 19,13,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. മാനുവൽ മോഡൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല. അപ്പോൾ അത്യാവശ്യത്തിന് ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി തന്നെ ആയിരിക്കും ക്രിസ്റ്റ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ക്രിസ്റ്റയുടെ ഒരു ഡ്രൈവിംഗ് സുഖവും ഒരു അബ്യൂസ് ഫ്രണ്ട്ലി നാച്ചറും, അത് മാത്രമല്ല എവിടെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാനുള്ള, എത്ര ദൂരം വേണമെങ്കിൽ ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഫീലിംഗ്. ഇപ്പോൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ആയിട്ടുള്ള ഒരു ഇത്തിരി ട്രക്ക് ലൈക്ക് ഡ്രൈവിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് ഓടിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു നാച്ചുറായിട്ടുള്ള വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും മികച്ച ഒരു വണ്ടി തന്നെയാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2.4 ലിറ്റർ എഞ്ചിൻ്റെ 148 bhp പവറും 360 Nm ടോർക്കും എന്ന് പറയുന്നത് തീർത്തും നല്ല ഒരു ഫിഗറുകളാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു ഡീസൽ MPV, ഓടിക്കാൻ സുഖമുള്ള ഡീസൽ MPV, അതാണല്ലോ ഇന്നോവ ക്രിസ്റ്റ. എന്തായാലും വണ്ടി ഷോറൂമിൽ വരട്ടെ, നമ്മൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എന്തായിരിക്കും. കുറച്ച് കാര്യം കൂടി പറയാനുണ്ടാവും, അതപ്പോൾ പറയാമെന്നുള്ളതാണ്. 18,50,000 രൂപയോളമാണ് ഹൈക്രോസിൻ്റെ ആ ഒരു ബേസ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പകരം വെക്കാനില്ലാത്ത പവർ ടോർക്ക് ഫിഗറുകളാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അതായത് ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണെങ്കിലും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഒരു പവർ ടോർക്ക് ഫിഗറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഈ വണ്ടിയുടെ ഡ്രൈവ് എന്ന് പറയുന്നത് തീർത്തും കാറ് പോലെയാണ് എന്നുള്ളത് ഓടിക്കാൻ നല്ല സുഖമുള്ളൊരു കാര്യമായിട്ട് കാണാം. അതുമാത്രമല്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഡീസൽ മാനുവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന 14-13 മൈലേജിന് പകരമായിട്ട് 17-18 വരെയൊക്കെ നമുക്ക് ഹൈബ്രിഡിൽ നിന്ന് കിട്ടും തോന്നും. പെട്രോൾ തന്നെ ആണെങ്കിലും അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യാനും ഓടിക്കാനും സുഖമുള്ള ഒരു SUV കൈൻഡ് ഓഫ് വണ്ടിയാണ് ഹൈക്രോസ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സുഖമുള്ള ഫീലും, മാത്രമല്ല ലൈറ്റായിട്ടുള്ള ആ ഒരു കൊണ്ടുനടക്കാനുള്ള ആ ഒരു സ്വഭാവവും എല്ലാം നല്ലതായിട്ട് കാണാം. കൂടാതെ ADS ഫങ്ഷൻസ് ഉണ്ട്. പുതിയ ടെക്നോളജികളുടെ കാര്യമായിട്ട് പറയുമ്പോൾ ADS എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ADS ആണ്, ഹൈബ്രിഡാണ്, പെട്രോളാണ്, മോണോകോക്കാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഹൈക്രോസിനുണ്ട്. എന്തായാലും 2 വണ്ടികളുടെയും ടെസ്റ്റ് റിവ്യൂ നമ്മുടെ ചാനലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വിശദമായി തന്നെ കണ്ടോളൂ. സ്റ്റിൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഹൈക്രോസ് വേണോ ക്രിസ്റ്റ വേണോ? പുതിയ ക്രിസ്റ്റ. ആ വില വെച്ച് നോക്കുമ്പോഴും കുറച്ച് വിലക്കുറവുണ്ട് ഹൈക്രോസിൻ്റെ ബേസ് മോഡലിന്. പെട്രോളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓട്ടം കുറവാണെങ്കിൽ ഞാൻ പറയുന്നില്ല. കാരണം ആ ഒരു പ്രൈസിൽ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ അത്രയും ഓട്ടമുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് ഓടിക്കാൻ തക്കവണ്ണം പ്രാപ്തരാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അൺലെസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയുക ഷോഫർ അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ച്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഓടിക്കാൻ ഓട്ടോമാറ്റിക്കായ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റ നല്ല ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴും. അതല്ല, സ്ഥിരമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കണം, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നൊരു വണ്ടിയാണ്, കാറ് പോലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം, വലിയ എഫേർട്ടൊന്നും എടുക്കാതെ സിറ്റിയിലാണെങ്കിലും ഹൈവേ ആണെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യണം, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കണമെങ്കിൽ ഹൈബ്രിഡ് ഇടും. അതല്ല, ഫ്യൂൽ എഫിഷ്യൻസി കുറച്ച് കുറവായാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഓടിക്കുള്ളൂ എങ്കിൽ ഹൈക്രോസിൻ്റെ പെട്രോൾ മോഡലും മേടിക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാനാണെങ്കിൽ ഞാൻ ഏത് വണ്ടി മേടിക്കും?
ഒരു സംശയം വേണ്ട, ഹൈക്രോസ് തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഇവിടെ നിന്ന് കിടന്നാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ എന്തിനാണ്. അപ്പോൾ അടുത്ത ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത വീണ്ടും വരാം. നന്ദി, നമസ്കാരം.